ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പൊ ഇത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,335 ലെവലിലാണ്. അപ്പൊ നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള ടെക്നിക്കൽ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. 22,417 22,403. പിന്നെ താഴെ വരുന്നത് 22,350 അതിൽ 22,341 ആണ്. അപ്പൊ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ചാർട്ടിൽ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. ഈ ഒരു ഹൈയും കണക്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ താഴെയും ഈ ഒരു ലോയും തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. ഇനി നാളെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് കൂടി ബ്രേക്ക് ചെയ്ത് മാത്രമായിരിക്കും മാർക്കറ്റ് ബുള്ളിഷ് ആവത്തുള്ളൂ. അപ്പൊ ഈ ഒരു ലെവൽസ് കൂടി ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്സ് ആണ് നിഫ്റ്റിയിൽ നാളെ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ഈ ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. അതിനുശേഷം ബ്രേക്ക് ഔട്ട് നോക്കാം. പിന്നെ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ തന്നെ എൻട്രി ചെയ്യരുത്. നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം അടുത്തൊരു ക്യാൻഡിൽ കൂടി നമ്മൾ വാച്ച് ചെയ്യണം. ആ ഒരു ക്യാൻഡിലിന്റെ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ ഒരുപാട് ഫ്ലോർ സിഗ്നൽസ് ഒക്കെ വരാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ലോയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നാളെ ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈൻ മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ ലെവൽ വരെ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നാളത്തേക്ക് വേണ്ടി 2 സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ജിയോഫിൻ ആണ്. ഇപ്പോൾ ജിയോഫിന്റെ ലെവൽസ് മാർക്ക് ചെയ്യാം. ജിയോഫിൻ ഈ ഒരു ഹൈയും തമ്മിൽ കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ഹൈ ആണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകുന്നതാണ്. ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് HDFC ബാങ്ക് ആണ്. അപ്പൊ HDFC ബാങ്ക് നമുക്ക് ഈ ഒരു ലോയും കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ HDFC ബാങ്കും നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യെങ്കിൽ നമ്മളൊന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 2 സ്റ്റോക്സുകളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റോക്ക് സ്പൈസ് ജെറ്റ് ആണ്. അപ്പൊ സ്പൈസ് ജെറ്റിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ അരുൺ കശ്യപും അതുപോലെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസറായ ശില്പ ഭട്ടിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് 9% ഇടിവാണ് നമ്മുടെ സ്പൈസ് ജെറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അയൺ എക്സ്ചേഞ്ചിന് 120 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. പിന്നെ RVNL ആണ്. RVNLന് 193 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. രാജസ്ഥാൻ രാജ്യവിദ്യുത് പ്രസിഡന്റ് നിഗത്തിൽ നിന്നാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്ക് HIL ആണ്. HILന് ക്രിസ്റ്റിയ പോളിടെക്നിക്കിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഏറ്റെടുക്കലിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദിത്യ ബിർളയ്ക്കാണ് അടുത്ത ന്യൂസ് ഉള്ളത്. ആദിത്യ ബിർള ക്യാപിറ്റലിന് ആദിത്യ ബിർള ഫിനാൻസുമായിട്ട് മെർജ് ചെയ്യാനുള്ള അപ്രൂവൽ ആയിട്ടുണ്ട്. പിന്നെ ജൂപ്പിറ്റർ വാഗൺ ആണ്. ജൂപ്പിറ്റർ വാഗന് 957 കോടിയുടെ ഓർഡറാണ് മിനിസ്റ്റർ ഓഫ് റെയിൽവേസിന് കിട്ടിയിട്ടുള്ളത്. അടുത്ത KNR കൺസ്ട്രക്ഷൻ ആണ്. KNR കൺസ്ട്രക്ഷന് 1163 കോടി രൂപയുടെ ഓർഡറാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തെലങ്കാനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് ഓർണോപ്രോ സൊല്യൂഷൻസ് ആണ്.
അപ്പോൾ ഓർണോപ്രോ സൊല്യൂഷൻസിന് 100 കോടിയുടെ ഓർഡറാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കിട്ടിയിട്ടുള്ളത്. അടുത്തത് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ആണ് 862 കോടിയുടെ ഓർഡർ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മെയിൻ ആയിട്ട് ന്യൂസ് ഉള്ള സ്റ്റോക്സുകൾ. അപ്പൊ ഈ സ്റ്റോക്സുകൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് തന്നെ സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.